ഈ പുതിയ കാലഘട്ടത്തിൽ കുറെ പേര് അനുകരിക്കുന്നത് ദീപക് ദേവ് ശേഷം എന്നുള്ളതാണ്. അഫ്സൽക്ക ശരിക്കും SPB എന്ന് പറഞ്ഞാൽ ശരിക്കും അഫ്സൽക്ക് ആരാണ്? വേറെ ഒന്നും പറയാനില്ല എനിക്ക്. എല്ലാമാണ്. ഞാൻ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഇന്ന് കാലത്തും കൂടി ഞാൻ ഒരു പാട്ട് കേട്ട്, ഇന്ന് കാലത്ത് നടക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വെച്ചിട്ടാണ് ഞാൻ നടക്കണത്. അതങ്ങനെയാ നമ്മുടെ ലൈഫിൽ എപ്പോഴും പുള്ളിയുടെ പാട്ടുകൾ ഉള്ളിൽ തന്നെ ഉള്ള ഒരാളാണ്. അതാണ് അതാണ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് തന്നെ ഉള്ള ഒരാളാണ്. അത് എപ്പോഴും ഉണ്ടാവണമെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ് ഞങ്ങൾ. കാരണം പണ്ട് കാസറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന്, ഷക്കീർക്കാടെ ഷോപ്പായിരുന്നു. അപ്പം അന്ന് സ്കൂളിൽ പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ചായയും കുടിച്ച് കൈമുറക്കൊക്കെ ആയിട്ട് നേരെ കാസറ്റ് ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഞാനും അൻസാർക്കാൻ കൂടി. എന്നിട്ട് ഇങ്ങനെ പാട്ട് വെക്കും. അൻസാർക്ക് ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ വെക്കും, ഞാൻ പതുക്കെ തമിഴ് SPB സാറിൻ്റെ, അങ്ങനെ മാറി മാറി ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ കേൾക്കുമ്പോൾ SPB സാറിൻ്റെ അത് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു പീക്ക് കാലഘട്ടമാണ്. രാജാ സാറിൻ്റെ പാട്ടുകൾ, SPB സാറ് കുറേ ഇഷ്ടം പോലെ എല്ലാ പാട്ടും എടുത്ത് ഒരു സിനിമയിൽ 5 പാട്ടുണ്ടെങ്കിൽ 5 പാട്ട് ചിലപ്പോൾ SPB സാറായിരിക്കും പാടിക്കും. എല്ലാ പാട്ടുകളും കേൾക്കും. അപ്പം അങ്ങനെ അതിലാണ് നമ്മുടെ ഒരു ബാല്യവും കൗമാരവും ഒക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിലായിരുന്നു. ദാസാറിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്, പക്ഷെ ഞാൻ പാടാറില്ല, പക്ഷെ കേൾക്കും. ദാസാറിൻ്റെ പാട്ടുകൾ എനിക്ക് സിനിമാ പാട്ടുകളെക്കാളും കൂടുതൽ ഞാൻ കുറേ പ്രൈവറ്റ് ദാസേട്ടൻ്റെ തരംഗിണിയുടെ കുറേ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങുമായിരുന്നു. അതൊക്കെ കുറേ കേൾക്കുമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണപ്പാട്ടുകൾ, ഗ്രാമീണ ഗാനങ്ങൾ, അങ്ങനെ കുറേ പാട്ടുകൾ, സ്വീറ്റ് മെലഡീസ്, അങ്ങനെ. അപ്പം അങ്ങനെ കൂടുതൽ കേൾവിയാണ് നമ്മളെയൊക്കെ ഒരു പരിധിവരെ എത്തിച്ചതെന്ന് പറയാം. കുറെയൊക്കെ. പക്ഷെ ഒരു ഫസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് SPBയുടെ 10 പാട്ടുകൾ ഇറക്കിയ കാസറ്റ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയില്ലേ? അതൊരു ഫസ്റ്റ് ട്വിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കരുതിക്കൂടെ? അതെ, ഭയങ്കരമായിട്ട് കാസറ്റ് വിറ്റഴിഞ്ഞ ഒരു വർക്കായിരുന്നു അത്. അത് ലൈവ് അന്ന് ഇത്രയും ഈ പറഞ്ഞ ഒരു മറ്റേ റൈറ്റ്സിന്റെ പ്രോബ്ലംസ് ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ അന്ന് ഇതേപോലെ ലൈവ് എന്നും പറഞ്ഞാണ് ഇറക്കിയത്. അന്ന് SPB സാറിന്റെ കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള കുറേ പാട്ടുകൾ 10-13 പാട്ടുകൾ വെച്ചിട്ട് ലൈവ് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് പാടി. കഴിഞ്ഞ ദിവസം ചിത്ര ചേച്ചിയുടെ പരിപാടിക്ക് കഴിഞ്ഞ ശനിയാഴ്ച ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട ഫ്രണ്ട്. അപ്പോൾ പുള്ളി പറയണം, പുള്ളിയുടെ ചെറുപ്പത്തിൽ പുള്ളി ഈ കാസറ്റ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നെന്നാണ് പറയണത്. ഇപ്പൊ പറഞ്ഞ ഈ കാസറ്റ്. അപ്പൊ അത്രയും ആ പാട്ടുകൾ വന്ന് ഭയങ്കരമായിട്ട് വിറ്റഴിഞ്ഞൊരു കാസറ്റ്. പിന്നെ ബസ്സുകളിലൊക്കെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന വർക്കായിരുന്നു. അങ്ങനെ കുറെ പേരിങ്ങനെ പല സ്ഥലത്തുനിന്നും പറയും. പണ്ട് അഫ്സലിന്റെ പഴയ തമിഴ് പാട്ടുകൾ SPBയുടെ അത് ഞങ്ങളുടെ സ്കൂളിൽ പോണ സമയത്ത് ബസ്സിൽ എപ്പോഴും വെക്കും, അത് വെക്കും, മാപ്പിളപ്പാട്ടുകൾ വെക്കും എന്നൊക്കെ പറഞ്ഞ് പല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ ഭയങ്കര, ചില പാട്ടുകൾ SPB സാറ് പാടിയ കേട്ടതല്ല, ഞാൻ പാടിയതാണ് കുറെ പേര് മലയാളികൾ കുറെ കേട്ടിരിക്കുന്നത്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പുറയില്. അതായത് ദുബായില് ഹിറ്റ് FM എന്ന് പറഞ്ഞ റേഡിയോ സ്റ്റേഷൻ, അതില് SPB സാറിന്റെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇനി സാറ് പാടിയ ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട് ഇളയനില ഇട്ടത് ഞാൻ ലൈവ് പാടി ഇതാട്ടെ ഈ കാസറ്റില. അപ്പൊ സാറൊന്നും മിണ്ടിയില്ല. സാറ് അത് കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ട് ഓക്കെ ഇത് നല്ല പാട്ടാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് എന്താ പുള്ളിയല്ലേ പാടി? അവർ ഇത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പാടിയതല്ല, ഇത് ഒന്ന് പ്ലീസ് ചെക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് അവർക്ക് സംഭവം മനസ്സിലായത്. ഞാൻ ഈ ലൈവിന്റെ ഇതും ഫുള്ള് അവരുടെ ആ ഒരു ലൈബ്രറിയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ തമാശകളും അങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായിരുന്നു ഈ പറഞ്ഞവര്, രജനീഷ് പറഞ്ഞവര്, ആ കാസറ്റ് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. അതുപോലെ തന്നെയാണ് CD മൂസയിലെ പാട്ട് മേനെ പ്യാർ കിയ അഫ്സൽക്ക പാടിയതാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. ഇത് വോയിസ് സിമിലാരിറ്റിയും അഫ്സൽക്കയുടെ സ്റ്റൈല് അതിനെ അബ്സർവ് ചെയ്യാനുള്ള ഒരു മിടുക്കും കൂടെയാണെന്ന് തോന്നുന്നു. അതിന് കാരണം എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ളത് ദിലീപേട്ടന് വേണ്ടി കുറെ പാട്ടുകൾ പാടി, പിന്നെ SPB സാറിന്റെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി വന്നപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനായി. ഇതെന്തായാലും അഫ്സൽ തന്നെ ആയിരിക്കും, ദിലീപാണ് അഭിനയിക്കണം. അപ്പൊ എന്തായാലും ഞാൻ SPBയുടെ പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ ആൾക്കാർ ഫിക്സ് ചെയ്തത് അത് അഫ്സൽ പാടുക. ഇപ്പോഴും ആൾക്കാർക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ അന്ന് എപ്പോഴും ചോദിക്കുന്നവരടുത്ത് ഞാൻ പറയും അത് സാറ് പാടിയ പാട്ടാണ്, SPB സാറ് പാടിയത്. ആ പാട്ട് കേൾക്കാം നമുക്ക്, അത് ഇനിയും നമുക്ക് കൺഫ്യൂഷൻ കൂട്ടാം. ഇനി പാടിയ ആൾക്കാർ ഇതന്നെ. दो रास्ते दो बदन हम है राही प्यार के, हम दोनों दुल्हा दुल्हन हम पंछी एक डाल के, ढाकू हसीना दिल से नगीना चांदनी रोजा
जूली ही ना मैं खिलाड़ी तू अनाड़ी चलती का नाम गाड़ी प्यार तो होना ही था मुझे कुछ कहना है कुछ कुछ होता है मैंने प्यार किया तो डरना क्या हाँ मैंने प्यार किया अरे प्यार किया तो काय को डरना रे तू അടിപൊളിയല്ലേ? ഈ എസ് വി ബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ പി ജയചന്ദ്രൻ സാറും സംഗീതം അങ്ങനെ ഈ പറയുന്ന ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല. എസ് പി ബി അത് സ്വായത്തമാക്കി എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, എസ് പി ബി ഇപ്പം ജയചന്ദ്രൻ സാർ പലപ്പോഴും പലരോടും പുള്ളിൽ എന്താണെന്നുള്ളത് അതേപോലെ കാണിക്കും. പക്ഷേ എന്താ വെച്ചാൽ എസ് പി ബി എല്ലാവരോടും ഭയങ്കര കൈൻഡായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അത് കൂടെ വരുന്ന ആരെയാണെങ്കിലും പുള്ളി ഇരിക്കുന്ന അതേ സ്ഥലത്ത് അതേ സീറ്റിലൊക്കെ കൊണ്ടിരുത്തി സംസാരിപ്പിച്ച് അവർക്ക് എന്താ ഭക്ഷണം എന്നുള്ളത് അതൊക്കെ കെയർ ചെയ്യാൻ, അങ്ങനെ ഒരു മനുഷ്യന് അത് കെയർ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ നമുക്കൊന്നും അങ്ങനെ ആകാൻ പറ്റില്ല. എനിക്ക് നമ്മളിപ്പോ ഞാൻ എസ് പി ബി സാറിന്റെ പാട്ടുകൾ പറഞ്ഞതാണ്, പക്ഷെ പാട്ട് മാത്രമേ പാടുള്ളൂ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒന്നും നമുക്കില്ല. അത് പാടുന്നതിന് ക്വാളിറ്റി ഇല്ല, അത് വേറെ കാര്യമുണ്ട്. എന്തോ ഒരു 20-25% ഞങ്ങൾ പാടുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ സാറിനെ പോലെ അതൊരു പ്രത്യേക എന്റെ ഞാൻ നേരെ കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് തിരൂര് ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വരണം, അന്ന് പ്രോഗ്രാം നടന്നില്ല, മഴ കൊണ്ടിട്ട് നടന്നില്ല. അപ്പൊ ആ പുള്ളി എന്തോ പ്രൊഡക്ഷനിൽ ഒരു പയ്യൻ എന്തോ പൊക്കിയെടുക്കുന്ന സമയത്ത് വീഴാനോ എന്തോ പോയി. അപ്പൊ തന്നെ ആരും അത് ശ്രദ്ധിക്കില്ല, പുള്ളി അത് ശ്രദ്ധിച്ചിട്ട് അവനൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. പുള്ളി മാത്രമേ കണ്ടിട്ടുള്ളത്, നമ്മള് അവിടെ നിൽക്കേണ്ട പുള്ളിയുടെ ഇത്. എന്നാലും പുള്ളി അത് കണ്ടിട്ട് അവനൊന്ന് മാറ്റിക്കാതെ അവനത് ചെയ്യാൻ പറ്റുന്നില്ല, മഴ പെയ്യണ്ട, അതിൻ്റെ ഉള്ളിൽ എന്തോ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുവരെ ശ്രദ്ധിക്കുന്ന ആളാണ് പുള്ളി. അപ്പൊ അത് വലിയൊരു ക്വാളിറ്റി. അത് ഞാൻ പറഞ്ഞില്ല, അത് ദൈവം എല്ലാവരും ഒരേപോലെ പടക്കില്ലല്ലോ. പക്ഷെ ഇത്രയും സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നവർ പലപ്പോഴും ടൈം കൺസപ്ഷൻ കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എസ് പി ബിയുടെ എല്ലാ കഥകളിലും ഇതേപോലെ എല്ലാവർക്കും പറയാനൊരു കഥയുണ്ടാവും. അത് അത്രയും മഹാനായി ജീവിക്കാന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അത് സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം നമുക്ക്. സാറ് അങ്ങനെ എനിക്ക് കുറെ അനുഭവങ്ങളൊന്നുമില്ല, പക്ഷെ സാറ് ഈ പറഞ്ഞ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് വന്നിട്ട് അന്ന് രാത്രി ട്രാവൻകൂർ കോർട്ടിൽ, എനിക്കിപ്പോഴും ഓർമ്മ, രാത്രി പുള്ളി കുറച്ചു നേരം ഇരുന്ന്. അപ്പൊ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, കൊച്ചി തന്നെ ഉള്ളതാണ്. എനിക്കും ഭയങ്കര ഒരു സഹോദരന് തുല്യമാണ്, ഞങ്ങൾ കൊച്ചിക്കാരായിട്ട് ഭയങ്കര അടുപ്പമാണ്, സുരേഷ് ഏട്ടനായിട്ടും അങ്ങനെ അടുപ്പമാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞിടാ നമുക്ക് രാത്രി ബാലു സാറിൻ്റെ അടുത്ത് പോവാം, കുറച്ചു നേരം വർത്താനൊക്കെ. സാറിനാണെങ്കിൽ റഫീ സാബിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായി, ഞങ്ങൾ പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ. പിന്നെ റഫീ സാബിൻ്റെ പാട്ടുകൾ ഇങ്ങനെ പാടി തുടങ്ങി വെളുപ്പിന് 4 മണി വരെ ഇരുന്ന്. അപ്പൊ പുള്ളി, ഞാനപ്പോ ഇങ്ങനെ നോക്കണേ, പുള്ളി അപ്പൊ നമ്മളടുത്ത് പറയണ റഫീ സാബിനെ കുറിച്ച്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണേ, പുള്ളി ഇന്ത്യ അറിയുന്ന പാട്ടുകാരനാണ് എസ് പി ബി സാർ. പുള്ളി എന്നിട്ട് നമ്മളെ പോലെ റഫീ സാബിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ അടുത്ത്. സാറിന്റെ മറ്റേ പാട്ട് കേട്ടിട്ടുണ്ടാ എന്നൊക്കെ പറയാം, എൻ്റെ അടുത്ത് പറയണ അബുക്യ മിസാല്, അത് ഇതാ പാട്ടില്ല, അബുക്യ അത് മാത്രം മതി, അബുക്യ എന്താണ് അങ്ങനെ ആർക്ക് പാടാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചർച്ചകൾ. പുള്ളി വേറെ ലെവലാണെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ പുള്ളി അത്ര ഡൗൺ ടു എർത്തായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളടുത്ത് പറയും. അതായത് അതൊരു പുള്ളിയുടെ ലൈഫ് അങ്ങനെയായിരുന്നു. പുള്ളി പറയാറുണ്ടല്ല, റോട്ടിലിങ്ങനെ നടക്കുന്ന സമയത്ത് ചായക്കടയിൽ റഫീ സാബിന്റെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ അങ്ങനെ ആ രീതിയിൽ വന്നുകൊണ്ടായിരിക്കും അങ്ങനെ ആകാൻ പറ്റുന്നത്, അതിനുവേണ്ടി കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ. അപ്പൊ അത് തന്നെയാണ് നമ്മളെയൊക്കെ കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്.